നമ്മുടെ നാട്ടിലുള്ള ചില പുരോഹിതന്മാരുടെ തിട്ടൂരങ്ങൾ, അവരിറക്കിയ ചില ഹറാം ഫത്വകൾ, അവർ ഈ ചരിത്രത്തെ പോലും കണ്ടില്ലെന്ന് നടിച്ചവരാണ്. നിങ്ങൾ നോക്കൂ, ഇപ്പോൾ കേരളത്തിൽ സ്വയം ഉത്തരേന്ത്യയിലെ ചില ശീഴി ബറേൽവികൾ ചാർത്തിക്കൊടുത്ത ഗ്രാൻഡ് മുഫ്തി പട്ടവുമായി നടക്കുന്ന ഒരു മുസ്ലിയാരുണ്ടല്ലോ, കാന്തപുരം മുസ്ലിയാർ. അയാൾ എന്താണ്, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അയാൾ പൊട്ടിച്ച ഒരു ഗ്രാൻഡ് നുണയുണ്ട്. അത് അവരുടേതായ സിറാജ് ദിനപത്രത്തിൽ വന്നതുമാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? 1950 വരെ കേരളത്തിൽ എന്നല്ല, 1950 വരെ ലോകത്ത് ഒരിടത്തും സ്ത്രീകൾ പള്ളിയിൽ പോയ ചരിത്രമില്ല. 50-ലാണ് ഇങ്ങനെ ഒരാശയം ഇറക്കുമതി ചെയ്തത് എന്ന് കാന്തപുരം പ്രസ്താവന കൊടുക്കുകയാണ് തന്റെ പത്രത്തിൽ. കേരളത്തിൽ എന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരു പിടിച്ചു നിൽക്കാമായിരുന്നു. ലോകത്ത് എന്നാ പറയുന്നത്. പരിശുദ്ധ ഖുർആനിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്ന അവിടുത്തെ ജീവിതകാല ചരിത്രങ്ങളെ ഒക്കെ മുഴുവൻ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് ലോകത്ത് ഇന്ന് വരെ ഒരു പള്ളിയിലും സ്ത്രീകൾ പോയ ചരിത്രമില്ല. 1950 വരെ 50-ലാണ് ഇങ്ങനെ ഒരാശയം ഇറക്കുമതി ചെയ്തത് എന്നാ പറഞ്ഞത്. എത്ര കാലം ശക്തമായി നമ്മൾ അവരോട് ചോദിച്ചു, വെല്ലുവിളി സ്വരത്തിൽ അവരോട് ചോദിച്ചില്ലേ? ഇന്നും അവർക്ക് ഈ ഒരു ഉദ്ധരണിക്ക് മറുപടി പറയുവാൻ സാധിച്ചിട്ടില്ല. ഇലാ യൗമിൽ ഖിയാമ സാധിക്കുകയുമില്ല. അങ്ങനത്തെ ഗ്രാൻഡ് കളവാണ് അയാൾ തട്ടിവിട്ടത്. മാത്രമല്ല, അദ്ദേഹം ഈ രണ്ട് സമസ്തയും ഒന്നായിരുന്ന അവിഭക്ത സമസ്തയായി നിലകൊണ്ടിരുന്ന ഒരു കാലത്ത് ഒരു പുസ്തകം എഴുതി, സ്ത്രീകളും ജമാഅത്തും എന്ന പുസ്തകം. ആ പുസ്തകത്തിന്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം പറയുന്നത് എന്താണ്? ഞാൻ അതൊന്ന് നിങ്ങൾ വായിച്ച് കേൾപ്പിക്കാം, കേട്ടോളൂ. എന്താണ് തുടക്കം തന്നെ? ആ പുസ്തകത്തിന്റെ തുടക്കത്തിൽ രണ്ട് വിഭാഗവും ഇവിടെ പറയുന്ന വാദങ്ങൾ എന്താണെന്ന് അദ്ദേഹം പറയുകയാണ്. അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് അവരുടെ വാദം എന്ന്. പൊതുസ്ഥലത്ത് വെച്ച് പരപുരുഷന്മാരോടൊപ്പം ഒരു ഇമാമിന്റെ കീഴിൽ നടത്തപ്പെടുന്ന ജമാഅത്തുകളിൽ പങ്കെടുക്കൽ സ്ത്രീകൾക്ക് അനുവദനീയമാണോ അല്ലയോ എന്നത് യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അനുയായികളായ സുന്നികളുടെയും, അതൊക്കെ വെറുതെ അവകാശവാദമാണ്, പോകട്ടെ, വാദത്തിന് വേണ്ടിയിട്ട് ഞാൻ വായിച്ചു പോവുകയാണ്. ഇത് യഥാർത്ഥ അഹ്ലുസുന്ന അവരാണ്. അതവിടെ നിൽക്കട്ടെ, ഇതിലുള്ളത് വായിക്കാം. അപ്പൊ സ്ത്രീകൾക്ക് അനുവദനീയമാണോ അല്ലയോ എന്നത് യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അനുയായികളായ സുന്നികളുടെയും മുജാഹിദ് തുടങ്ങിയ പുത്തനാശയക്കാരുടെയും ഇടയിൽ ഇന്ന് ഒരു വിവാദ വിഷയമാണല്ലോ. അതാണല്ലോ ഇപ്പൊ തർക്കം. ആ വിവാദ വിഷയത്തിൽ എന്താ നിലപാട്? പ്രസ്തുത ജമാഅത്തുകളിൽ പങ്കെടുക്കൽ അനുവദനീയവും പുണ്യകർമ്മവുമാണെന്ന് പുരോഗമനവാദികൾ വാദിക്കുമ്പോൾ അത് നിഷിദ്ധമാണെന്ന് സുന്നികൾ അവകാശപ്പെടുന്നു. കണ്ടോ? അപ്പൊ പുരോഗമനവാദികൾ എന്ന് പറയുമ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നത് മുജാഹിദ്, ആ വിഭാഗം ആളുകളൊക്കെ അത് അനുവദനീയാണ്, പോയാൽ അവർക്കും കൂലി കിട്ടും എന്നുള്ള നിലക്ക് കാര്യങ്ങൾ പറയുമ്പോൾ ഇവരെന്താ അവകാശപ്പെടുന്നത്? അത് നിഷിദ്ധമാണ്. അതിൽ യാതൊരു ഉപാധിയും പറഞ്ഞിട്ടില്ല, നിരുപാധികം നിഷിദ്ധമാണ് എന്നുള്ള മട്ടിലാണ് അദ്ദേഹം പുസ്തകത്തിന്റെ തുടക്കത്തിൽ തന്നെ ഏറ്റവും വലിയ രൂപത്തിലുള്ള ഒരു അബദ്ധം അഥവാ ഒരു നുണ ഈ പുസ്തകത്തിലും ആവർത്തിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, ഇസ്ലാമിക പ്രമാണങ്ങൾ എടുത്തു നോക്കിയാൽ പരിശുദ്ധ ഖുർആൻ തന്നെയും സ്ത്രീകൾക്ക് അതിന് അനുവാദം നൽകുന്നു എന്ന് വിശുദ്ധ ഖുർആനിലെ വിവിധ ആയത്തുകൾ വിശദീകരിച്ചിടത്ത് വിവിധ ഖുർആൻ വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. ഞാൻ അതിന്റെ വിശദ തലത്തിലേക്ക് പോകുന്നില്ല. അതുപോലെ തന്നെ ധാരാളക്കണക്കിന് ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കീഴിൽ അവിടുത്തെ ബാക്കിൽ നിന്ന് നിസ്കരിക്കുവാൻ വേണ്ടി ധാരാളം സത്യവിശ്വാസിനികളായ സ്ത്രീകൾ പുറപ്പെട്ടു വന്നിരുന്നു എന്നുള്ളത് ഹദീസുകളിൽ വ്യക്തമാണ്. ഇരുട്ടുള്ള സമയത്ത് പോലും കുന്ന നിസാഉൽ മുഅ്മിനാതി യശ്ഹദുന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വലാത്തൽ ഫജ്രി മുതലഫിആതിൻ ബിമുറൂതിഹിന്ന വയൻഖലിബന ഇലാ ബുയൂതിഹിന്ന ഹീന യഖ്ദീന അസ്സലാഹ് വലാ യഅരിഫുഹുന്ന അഹദും മിനൽ ഗലസി. വളരെ വ്യക്തമായ അങ്ങേയറ്റം സഹിഹായ ഹദീസാണ്. എന്താണ് അതിന്റെ ആശയം എന്ന് എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ മനസ്സിലാക്കണം. കുന്ന നിസാഉൽ മുഅ്മിനാതി, സത്യവിശ്വാസിനികളായ സ്ത്രീകളുടെ പതിവായിരുന്നു. യശ്ഹദുന, അവർ ഹാജരാവാറുണ്ടായിരുന്നു. മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ. സ്വലാത്തൽ ഫജ്രി, ഫജ്ർ നമസ്കരിക്കാൻ. മുതലഫിആതിൻ ബിമുറൂതിഹിന്ന, അവരുടെ മൂടുപടങ്ങൾ അണിഞ്ഞുകൊണ്ട് തന്നെ. വയൻഖലിബന ഇലാ ബുയൂതിഹിന്ന, എന്നിട്ടവർ നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ അവരുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ വലാ യഅരിഫുഹുന്ന അഹദും മിനൽ ഗലസി, ഇരുട്ട് കാരണത്താൽ ആരാണ് ആ പോകുന്ന സ്ത്രീ എന്ന് തിരിച്ചറിയാൻ പോലും സാധ്യമാകാത്തത്ര ഇരുട്ടുള്ള നേരത്തവർ തിരിച്ചു പോകുന്നു. അപ്പൊ വരുമ്പോ എത്ര ഇരുട്ടുണ്ടാകും? നല്ല ഇരുട്ടുള്ള രാത്രികളിൽ പോലും അവർ ആരാധനയ്ക്ക് വേണ്ടി, ജമാഅത്ത് നമസ്കാരത്തിന് വേണ്ടി ആര് വന്നു? തെമ്മാടികൾ എന്നല്ല, സത്യവിശ്വാസിനികളായ സ്ത്രീകൾ വന്നിരുന്നു എന്ന് വ്യക്തമല്ലേ? ആ അനുവാദത്തെ പിന്നെ പാടില്ലാതെ നിഷിദ്ധമാണ്, ഹറാമാണ് എന്ന് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശേഷം ആർക്കാണ് അധികാരമുള്ളത്? ആർക്കെങ്കിലും ആ അനുവാദത്തെ തടയാൻ പിന്നെ അധികാരമുണ്ടോ? മാത്രമല്ല, അവിടുത്തെ എത്ര വാക്യങ്ങളിലാണുള്ളത്? ലാ തംനഉ ഇമാ അല്ലാഹ് മസാജിദ് അല്ലാഹ്, അള്ളാഹുവിന്റെ അടിയാത്തികളായ സ്ത്രീകളെ, ദൈവദാസികളെ പള്ളികളിലേക്ക് അവർ ഇബാദത്തിന് പോകാൻ വേണ്ടി അനുവാദം ചോദിച്ചാൽ നിങ്ങൾ തടയരുത്. ഭർത്താക്കന്മാരോട് പ്രത്യേകം പറഞ്ഞു, നിങ്ങളുടെ ഭാര്യമാർ
പള്ളികളിലേക്ക് ആരാധനയ്ക്ക് വേണ്ടി പുറപ്പെട്ടു പോകാൻ ഉദ്ദേശിച്ചാൽ നിങ്ങൾ അവർക്ക് അനുവാദം കൊടുക്കണം, നിങ്ങൾ അവരെ തടയരുത് എന്ന്. ഇങ്ങനെയൊക്കെയുള്ള ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഇസ്ലാമികമായ കാര്യങ്ങളൊക്കെ അനുഷ്ഠിച്ചിരുന്ന ഭാരതന്മാരായ ആ സഹാബാ വനിതകൾ, അവർക്കൊന്നും തിരിയാത്ത ഒരു ഹറാം പിൽക്കാലത്ത് ഇവർക്ക് എങ്ങനെയാണ് തിരിഞ്ഞത്? അതുകൊണ്ട് തന്നെ ഈ ബീവിക്കുട്ടി മനസ്സിലാക്കിയതല്ലേ സത്യം? ആ പാണക്കാട് കുടുംബത്തിലെ 16 വയസ്സേ ആ കുട്ടിക്ക് പ്രായമുള്ളുവെങ്കിലും ആ കുട്ടി മനസ്സിലാക്കിയ ഒരു പക്വതയും ആ കുട്ടി മനസ്സിലാക്കിയ ഒരു പൊതുബോധമെങ്കിലും പിതാവായ തങ്ങൾക്ക് ഉണ്ടാകേണ്ടിയിരുന്നു എന്ന് വളരെ വിനീതമായി പറയാതിരിക്കാൻ വയ്യ. അത്രത്തോളം പച്ചയായ യാഥാർത്ഥ്യങ്ങളെ ആരെങ്കിലും വിരട്ടുമ്പോഴേക്ക് പെട്ടെന്നൊരു തിരുത്തുമായി രംഗപ്രവേശം ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള ജ്വലിച്ചു നിൽക്കുന്ന ഈ സൂര്യപ്രകാശം പോലെ സമാനമായ ഈ സത്യങ്ങളെയൊക്കെ കേവലം തന്റെ കൈകൊണ്ടോ ഒരു കടലാസ് ചീറുകൊണ്ടോ മറപിടിക്കുന്നത് ആ സൂര്യന്റെ വ്യക്തമായ പ്രകാശത്തെ ഇവിടെ തടയാൻ ആർക്കെങ്കിലും സാധിക്കുമോ? അതുകൊണ്ടൊക്കെ മാത്രമല്ല സഹോദരങ്ങളെ, നിസ്കാരത്തിന്റെ കാര്യം മാത്രമല്ല, 10 ദിവസം പള്ളിയിൽ തന്നെ ഭജനമിരുന്നു, എഴുത്തിക്കാഫിരുന്നു എന്നാണ്. എഴുത്തിക്കാഫ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? പള്ളിയിൽ ചടഞ്ഞുകൂടിയിരിക്കലാണ്. അവിടെ തന്നെ ഉറക്കം, അവിടെ തന്നെ എല്ലാം. ആരാ ചെയ്യുന്നത്? ഏതെങ്കിലും പിൽക്കാലത്തുള്ള ഇവർ പുത്തൻവാദികൾ എന്ന് പേരിട്ട് നടക്കുന്ന ഏതെങ്കിലും ആളുകളല്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യയായ വിശ്വാസികളുടെ മാതാവായ ആയിഷ റളിയല്ലാഹു തആല അൻഹ തന്നെ പറയാണ്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാൻ മാസമായാൽ അതിന്റെ അവസാന 10 ദിനങ്ങളിൽ പള്ളിയിൽ തന്നെ കഴിച്ചുകൂട്ടും. പള്ളിയിൽ തന്നെ 10 ദിവസം കഴിച്ചുകൂട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകനോടൊപ്പം ഭാര്യമാരും ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തിന്റെ ശേഷം പ്രവാചക വിയോഗത്തിന്റെ ശേഷം അവിടുത്തെ ഭാര്യമാർ പള്ളിയിൽ 10 ദിവസവും എഴുത്തിക്കാഫിരിക്കാറുണ്ടായിരുന്നു എന്ന് ആലോചിച്ചു നോക്കൂ. അള്ളാഹുവിന്റെ റസൂല് വഫാത്തായി കഴിഞ്ഞാൽ പിന്നീട് ഒരു മതനിയമം വാനലോകത്ത് നിന്ന് ഭുവനലോകത്തേക്ക് ഒരു ഹറാമിന്റെ നിയമം പിന്നെ ഇറങ്ങാൻ ഇനി പാടുണ്ടോ? ഇനി അങ്ങനെ ഇറങ്ങുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം കൊടുത്ത ഒരു കാര്യത്തെ ഇനി ഒരു വഹയിലൂടെ അത് പാടില്ലെന്ന് പറയാൻ പ്രവാചകന്റെ ശേഷം ഒരു വഹി ഇവിടെ ആർക്കാണ് ഇറങ്ങിയത്? അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രിയപ്പെട്ട ഭാര്യമാര് ജുമയും ജമാഅത്തും നിസ്കരിച്ചു, ഇഅ്തികാഫും ഇരുന്നു എന്നുള്ളതിന് ഈ ഒരൊറ്റ ഹദീസ് തന്നെ തെളിവല്ലേ? 5 നേരം നിസ്കരിക്കൂലേ ഓരോ ദിവസവും? ആഴ്ചയിൽ ഒരു വെള്ളിയാഴ്ച വരില്ലേ 10 ദിവസം ഇഅ്തികാഫിരിക്കുമ്പോ? അപ്പൊ ജുമയിലും പങ്കെടുത്തില്ലേ? ഇഅ്തികാഫുമായി പള്ളിയിൽ തന്നെ നിരന്തരം കഴിച്ചുകൂട്ടലുമായി. ഇതൊക്കെ വളരെ വ്യക്തമായ സത്യങ്ങളല്ലേ? 100 കണക്കിന് സത്യങ്ങൾ. സ്ത്രീകൾക്ക് അവരുദ്ദേശിക്കുന്നുവെങ്കിൽ അന്യപുരുഷന്മാർ പങ്കെടുക്കുന്ന പള്ളിയിലേക്ക് ജുമഅക്കും ജമാഅത്തിനും പോകൽ, പങ്കെടുക്കൽ അവരുദ്ദേശിക്കുന്നുവെങ്കിൽ അത് അവർക്ക് അനുവദനീയമാണെന്നും പോയാൽ അവർക്കും കൂലി കിട്ടുമെന്നും അവരെ തടയാൻ പാടില്ലെന്നുമുള്ള വ്യക്തമായ ഇസ്ലാമിന്റെ ഈ ലളിതമായ സത്യം ഒരു കുട്ടി വിളിച്ചു പറഞ്ഞുവെങ്കിൽ ആ കുട്ടിയെ അഭിനന്ദിക്കുകയല്ലേ ഒരു പിതാവെന്ന നിലക്ക്, ഒരു രക്ഷിതാവെന്ന നിലക്ക് തങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്? പക്ഷേ പാരമ്പര്യ വിശ്വാസത്തിനെതിരാണ്. പരമ്പരാഗതമായിട്ട് ആഴത്തിൽ അറിവുള്ള ജ്ഞാനികളായ പണ്ഡിതന്മാർ, ഈ ജ്ഞാനികളായ പണ്ഡിതന്മാർ പറഞ്ഞ പൊട്ടത്തരായി ഞാൻ ആദ്യം കേൾപ്പിച്ചത്. വലിയ ജ്ഞാനികളായ പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ അവിഭക്ത സമസ്ത ഒന്നിച്ചു നിന്നിരുന്ന കാലത്ത് ഇവിടുത്തെ ഗ്രാൻഡ് മുഫ്തിയായിട്ട് ഇപ്പോഴും ചമഞ്ഞു നടക്കുന്ന വ്യക്തി പറഞ്ഞ വാചകമാണ്. ലോകത്തൊരിടത്തും 1950 വരെ സ്ത്രീകൾ പള്ളിയിൽ പോയ ചരിത്രമല്ല. 50-ലാണ് ഇങ്ങനെ രാഷ്ട്രീയ ഇറക്കുമതി ചെയ്തത്. ആ പൊട്ടത്തരം ഈ കുട്ടി അംഗീകരിക്കണോ? ഈ കുട്ടി അവിടേക്ക് എത്തിയിട്ടില്ല എന്നാണോ? എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, കാര്യങ്ങൾ വ്യക്തമാകുവാൻ ഒരുപാട് വഴികൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ആരും കണ്ണടച്ച് ഇരുട്ടാക്കിയാലൊന്നും ലോകം മുഴുവൻ ഇരുട്ടിലാവുകയില്ല. കണ്ണ് ചിമ്മിയവന്റെ കണ്ണ് മാത്രം ഇരുളടയും എന്നുള്ളതല്ലാതെ ഇവിടെ സത്യം പ്രോജ്വലിച്ച് നിലനിൽക്കുക തന്നെ ചെയ്യും. അതിന് പാരമ്പര്യമുള്ള, പേരുള്ള, പ്രശസ്തിയുള്ള തറവാടിന്റെ അകത്തളങ്ങളിൽ നിന്ന് പോലും ആളുകൾക്കത് ഗ്രാഹ്യമാകുന്നു എന്നുള്ളത് അള്ളാഹുവിനെ സ്തുതിക്കേണ്ടുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവർ പഠിക്കട്ടെ, കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കട്ടെ. ആ രൂപത്തിൽ ലോകം കാര്യങ്ങൾ കൃത്യമായി തന്നെ മനസ്സിലാക്കുമ്പോൾ അതിനെ ആരുടെയെങ്കിലും തിട്ടൂരങ്ങൾ കൊണ്ടോ വിരട്ടലുകൾ കൊണ്ടോ ബഹിഷ്കരണ ഭീഷണികൾ കൊണ്ടോ അതല്ലെങ്കിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഉമ്മാക്കി കാണിച്ചുകൊണ്ടോ ഒന്നും നേരിട്ടതുകൊണ്ട് സത്യം സത്യമാവാതിരിക്കുകയില്ല എന്ന തിരിച്ചറിവ് പക്വതയുള്ള എല്ലാ രക്ഷിതാക്കൾക്കും പിതാക്കൾക്കും ഉണ്ടാവണം.